ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുമുറിവുകളെ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈസ്റ്റർ ദിനം നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ദിവസമാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാണ് ഈസ്റ്റർ. അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ സകല പിടുത്തങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇതുകൊണ്ട് ഈ ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു ഞായറാഴ്ച നമുക്കുണ്ടാകുമെന്നുള്ളത് വളരെയധികം സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നാം ആ പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ അനുഭവം, സന്തോഷത്തിൻ്റെ അനുഭവം, സമാധാനത്തിൻ്റെ അനുഭവം നമ്മിലുണ്ടാകും. ഈ ഒരു അനുഭവം നമുക്കേവർക്കും ഉണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ സമാധാനം പാപത്തെ അടിമത്തത്തെയും പാടെ നശിപ്പിച്ച ആ സമാധാനം, തൻ്റെ ശിഷ്യന്മാർക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത ആ സമാധാനം ഈ ദിവസത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ നേരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മിലേവരിലും വസിക്കുമാറാകട്ടെ. നാഗ്പൂർ സെൻറ് തോമസ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പലും പ്രശസ്ത വാഗ്മിയുമായ റവറൻ ഫാദർ ഡോക്ടർ റെജി മാത്യു ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈസ്റ്റർ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാകുന്നു. പ്രത്യാശയുടെ ദൂതാണ്
ഈസ്റ്റർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. കഷ്ടപ്പാടുകളുടെയും രോഗത്തിൻ്റെയും നിരാശയുടെയും മധ്യത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഈസ്റ്റർ നൽകുന്നത് പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയാണ്. രണ്ടാമതായി ഈസ്റ്റർ നൽകുന്ന സന്ദേശം ലോക സമാധാനത്തിൻ്റേതാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്നാണ് ഉത്ഥിതനായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ആശംസിച്ചത്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നാണ്. ശത്രുക്കളെ സ്നേഹിക്കുന്നതിന് അപ്പുറമായ ഒരു സന്ദേശം ഇന്നുവരെ ലോകത്തിന് നൽകിയിട്ടില്ല. ലോകത്തിലുള്ള എല്ലാവരും ഈ ക്രിസ്തുവിൻ്റെ സമാധാനം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം സന്തോഷം മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരുടെയും സന്തോഷം ആയിരിക്കണം ഈ ഈസ്റ്ററിൻ്റെ സന്തോഷമായി തീരേണ്ടത്. നാം സന്തോഷിക്കുമ്പോൾ നമ്മുടെ അയൽക്കാരും മറ്റു മതങ്ങളിൽപ്പെട്ടവരും നമ്മെ വിദ്വേഷിക്കുന്ന ആളുകൾ പോലും സന്തോഷിക്കട്ടെ എന്നുള്ളതാകണം നമ്മുടെ പ്രാർത്ഥന. അതിന് ഈ ഈസ്റ്റർ മുഖാന്തരമായി തീരട്ടെ. ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായെ സ്ഥാപിച്ചു ശ്രേഷ്ഠൻ. ഓ മറിയാമേ, ഞാൻ ജീവികൾ തൻ ജീവൻ താൻ പുനരുജ്ജീവനമോടെഴുന്നേൽക്കും ഞാൻ കൊല്ലപ്പെട്ടു, ഞാൻ കല്ലറയാർന്നു, തൊട്ടിടരുതേ ഞാൻ താതാന്തികമേറിയിട്ടില്ല. മഹിമയോടെ കബറിന്നെഴുന്നേറ്റേനെന്നേവം ശിഷ്യന്മാരോടാ നീ സുവിശേഷിക്ക. സ്ത്രീക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ലോകത്ത് വന്നത് അസമാധാനം മാറ്റി സമാധാനം ഉണ്ടാക്കാനാണ്. പാപം മാറ്റി ക്ഷമയുണ്ടാക്കുവാനാണ്. തിന്മ മാറ്റി നന്മയുണ്ടാക്കുവാനാണ്. മരണത്തെ ജയിപ്പാനാണ് ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ്. ഈ ലോകം ഏറ്റവും ആവശ്യപ്പെടുന്നത് സ്നേഹമാണ്, ക്ഷമയാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഐ ഓവർകം ദ ഡെത്ത്. ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഐ ഹവ് ഡിഫീറ്റഡ് Satan. Don't be afraid, I live for you. I died for you, rose again for you. I came to save the whole world. കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഭൂലോകത്ത് സമാധാനവും സന്തോഷവും വരട്ടെന്ന ആശംസയാണ് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ആശംസിക്കുന്നു.